നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ്കിൽസ്. നമ്മുടെ കേരള തീരത്ത് നിന്നും 38 നോട്ടിക്കൽ മൈൽ, അതായത് 70 കിലോമീറ്റർ മാറി MSC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എൽസ 3 എന്നൊരു കപ്പൽ ഇന്നലെ ഉച്ചയോടുകൂടി ചെരിയുകയും കുറച്ച് മുമ്പായിട്ട് അത് മുങ്ങിത്താഴുകയും ചെയ്യുന്നെന്നുള്ള ദൗർഭാഗ്യകരമായ വിവരങ്ങൾ നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞല്ലോ. എന്നാൽ ഭാഗ്യത്തിന് അതിലെ ക്യാപ്റ്റനും മറ്റ് ജീവനക്കാരുമൊക്കെ സുരക്ഷിതരായിട്ട് കരയ്ക്ക് എത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഒരു കപ്പൽ തുറമുഖത്തു നിന്ന് പോകുന്നതിന് മുൻപായിട്ട് അതിലെ കയറ്റി നിൽക്കുന്ന ഗുഡ്സും മറ്റ് ഇന്ധനവും വെള്ളവും അങ്ങനത്തെ പല കാര്യങ്ങളും ലോഡിക്കേറ്റർ എന്നൊരു കമ്പ്യൂട്ടറിൽ ആ വിവരങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് കടലിലേക്ക് പോകാൻ സുരക്ഷിതമാണെങ്കിൽ മാത്രമേ ഉള്ളൂ സാധാരണ കപ്പൽ തുറമുഖം വിടാറുള്ളൂ. അപ്പം ഞാൻ ടെക്നിക്കലി ഒത്തിരി മുന്നോട്ട് പോകുന്നില്ല. അപ്പം മെറ്റാസെൻട്രിക് ഹൈറ്റ്, അതായത് GM എന്നൊരു വാല്യൂ എപ്പോഴും പോസിറ്റീവായിട്ട് വെച്ചിട്ടാണ് കപ്പൽ നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അത് നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസിലേക്ക് പോകുമ്പോഴാണ് കപ്പൽ ക്യാപ്സൈസ് അല്ലെങ്കിൽ മറിയാനുള്ള സാധ്യതകൾ കാണാറുള്ളൂ. ഇപ്പം നമ്മൾ കടലിലൂടെയൊക്കെ പോകുമ്പം കപ്പൽ ആടി ഉലയുന്ന സമയത്ത് ഈ ഒരു GM പോസിറ്റീവ് ആണെങ്കിൽ കപ്പൽ ഒരു വശത്തേക്ക് പോയാൽ പോലും അത് തിരിച്ച് കയറി വരാനുള്ള കഴിവ് കപ്പലിനുണ്ട്. അതായത് ആ കപ്പൽ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു കപ്പലാണ്. അപ്പോൾ ഈ GM എന്നൊരു വാല്യൂ 0 ആവുമ്പോഴാണ് ആ ഒരു കപ്പൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോയതിന് ശേഷം തിരിച്ച് വരാതിരിക്കുന്നത്. ആ ഒരു കണ്ടീഷന് ആംഗിൾ ഓഫ് ലോൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നലെ ആ ഒരു കപ്പൽ എന്തുകൊണ്ടാണ് ചെരിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കുറേ ഊഹാപോഹങ്ങളൊക്കെ ഇപ്പോൾ വെക്കാവുന്നതല്ലാതെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന ക്യാപ്റ്റനൊക്കെ അവരിൽ നിന്ന് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. അത്യാവശ്യം പഴക്കമുള്ള ഒരു കപ്പലായതുകൊണ്ട് തന്നെ കപ്പലിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ തുള പിടിക്കുകയോ അങ്ങനെ കടലിലെ വെള്ളം കപ്പലിലേക്ക് കയറി വരികയോ ഒക്കെ ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ല. ഇപ്പം നമ്മൾ സാധാരണ കടലിലൂടെ കപ്പൽ പോകുമ്പോൾ ഈ സ്റ്റെബിലിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം പോസിറ്റീവായിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി അടുത്ത ഒരു തുറമുഖം വരെ എത്തുന്നത് വരെ സേഫ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. കാരണം കുറേ ദിവസങ്ങളിലോട്ടുള്ള യാത്രക്കൊക്കെ കപ്പൽ ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോഴത്തേക്കും ഓരോ ദിവസവും 100 കണക്കിന് ടണ്ണ് ഫ്യൂലായിരിക്കും കത്തി തീരുന്നത്. അപ്പം അതൊക്കെ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞാണ് ഒരു സ്ഥലത്ത് എത്തുന്നതെങ്കിൽ ആ 10 ദിവസത്തേക്ക് എത്രമാത്രം ഫ്യൂലൊക്കെ കത്തി തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കണക്ക് കൂട്ടി ഈ കമ്പ്യൂട്ടറിലിട്ട് ചെക്ക് ചെയ്ത് അവിടെ എത്തുന്നത് വരെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമൊക്കെയാണ് കപ്പൽ പോകാറുള്ളത്. അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് കടലിൽ നിന്ന് വെള്ളം നമ്മുടെ ബലാസ്റ്റ് ടാങ്കിലേക്ക് ഒക്കെ പമ്പ് ചെയ്ത് അങ്ങനെ സ്റ്റെബിലിറ്റി നോക്കിയാണ് സാധാരണ പോകുന്നത്. എന്നാൽ ഈ ചെറിയൊരു യാത്രയിൽ കൺസ്യൂം ആകുന്ന ഉപയോഗിക്കപ്പെടുന്ന ഇന്ധനം സ്റ്റെബിലിറ്റിയെ സാധാരണഗതിയിൽ ബാധിക്കാറില്ല. ഇപ്പോൾ വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ നമ്മുടെ കപ്പൽ ആടി ഉലയുന്ന സമയത്ത് വെള്ളത്തിൽ പോകാതിരിക്കാൻ കണ്ടെയ്നറുകൾ തുറമുഖത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ല രീതിയിൽ ലാഷ് ചെയ്ത് കെട്ടിയുറപ്പിച്ച് നമ്മൾ നിർത്താറുണ്ട്. എന്നിരുന്നാൽ പോലും കുറച്ച് നല്ല രീതിയിലുള്ള തിരയൊക്കെ വന്നു കഴിഞ്ഞാൽ ചില കണ്ടെയ്നറുകളൊക്കെ വെള്ളത്തിൽ പോകാറുമുണ്ട്. അപ്പം അങ്ങനെ കുറേ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പോയത് കൊണ്ടാണോ ആ കപ്പലിൻ്റെ ഒരു വശത്തേക്ക് ഭാരം കൂടുകയും ഒരു വശത്തേക്ക് ചെരിയുകയും ചെയ്തെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ചെറിയൊരു തീപിടുത്തം കപ്പലിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കപ്പലിലെ ജീവനക്കാർ അത് അണയ്ക്കുകയും പിന്നീട് എന്തെങ്കിലും നാശനഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ചിലപ്പോൾ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായി അത് അണയ്ക്കാൻ നോക്കിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല, അത് വലിയൊരു തീപിടുത്തത്തിലേക്ക് മാറുകയും കപ്പലിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്നുള്ള ഒരു അവസ്ഥ വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് കപ്പലിലെ ക്യാപ്റ്റൻ അതിനെ അബാൻഡൻ ചെയ്ത് കപ്പലിലെ ജീവനക്കാരുമായിട്ട് രക്ഷപ്പെടാൻ തന്നിരിക്കുന്ന ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടാറുള്ളത്. എന്നാൽ കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞപ്പോൾ കപ്പലിലെ ബലാസ്റ്റ് പമ്പ് ഒക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ പമ്പ് ചെയ്ത് കപ്പലിനെ നിവർത്തി അത് മുങ്ങാതെ മുന്നോട്ട് അതിൻ്റെ യാത്ര പുനരാരംഭിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ കപ്പലിലെ ക്യാപ്റ്റന് അദ്ദേഹത്തിനുള്ളത് കൊണ്ടായിരിക്കാം അവസാന നിമിഷം വരെ അദ്ദേഹം അവിടെ തന്നെ നിന്നത്. ഞാൻ ഏതൊരു ചാനലിൽ കണ്ടു കപ്പലിലെ ക്യാപ്റ്റന് കപ്പലിനെ രക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ക്രൂവിനെ രക്ഷിക്കുക എന്നുള്ളത്. അത് വളരെ തെറ്റാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത് അവിടുത്തെ ജീവനക്കാരുടെ ജീവൻ തന്നെയാണ്. അപ്പോൾ അതിനെ രക്ഷിച്ചതിന് ശേഷം മാത്രമാണ് കപ്പലിൻ്റെ നിലനിൽപ്പ് നമ്മൾ നോക്കാറുള്ളത്. ഈ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന കപ്പലിൽ 10-400 കണ്ടെയ്നറുകളോളം ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കേട്ടു. അപ്പോൾ അതിലെല്ലാ കണ്ടെയ്നറുകളും പ്രശ്നക്കാരല്ല. എന്നിരുന്നാൽ പോലും അതിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉള്ള അപകടകരമായ ചില കാർഗോ ഉള്ള കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനോ തീ പിടിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ കെമിക്കലായിരിക്കാം. അതുകൊണ്ടാണ് ഏത് കണ്ടെയ്നറാകട്ടെ അത് ഒന്നും വെട്ടിപ്പൊളിച്ച് നോക്കാതിരിക്കാൻ എല്ലാവരോടും പറയുന്നത്. അത് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പം നല്ല പണി കിട്ടും. പിന്നെയുള്ള ഒരു റിസ്ക്, ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ഫ്യൂവല്, അതിൻ്റെ ഇന്ധനം അത് ലീക്കായിട്ട് വെള്ളത്തിലൂടെ പോയി വെള്ളമൊക്കെ മലിനമാകാനും
ജീവജാലങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനൊക്കെ ഉള്ളതാണ് ഒരു സാധ്യതയുള്ളത്. വരും ദിനങ്ങളിൽ ഈ കപ്പൽ മുങ്ങാനുള്ള കാരണം ആ കപ്പലിലെ ക്യാപ്റ്റനിൽ നിന്നൊക്കെ നമുക്ക് ആധികാരികമായിട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക്